അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്നിവിടെ പരാമർശിക്കുന്നത്, പരിശോധിക്കുന്നത് ഇറാന്റെ ഇസ്രയേൽ ആക്രമണം, ഇതുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ അപ്ഡേഷൻസ് ആണ് ഞാൻ പരിശോധിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മലയാള മനോരമ എന്ന ദിനപത്രത്തിന്റെയും മാതൃഭൂമി എന്ന ദിനപത്രത്തിന്റെയും ഇസ്ലാം മുസ്ലിം വിരോധം എന്തുമാത്രമുണ്ട്, എവിടം വരെയുണ്ട് അതിന്റെ ആഴവും പരപ്പും, ഇതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എല്ലാവിധ തെളിവുകൾ സഹിതം സമർപ്പിക്കുന്നു. ആഗോളതലത്തിൽ തന്നെ ഏതാനും മാസങ്ങളായിട്ട് ലോകത്തെമ്പാടുമുള്ള പത്രദൃശ്യ മാധ്യമങ്ങളുടെ പ്രധാന വാർത്ത എന്നത് ഈ ഇസ്രയേൽ, ഫലസ്തീൻ, ഇറാൻ, അമേരിക്ക ഇവരുമായി ചേർന്നുള്ള പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ് ആണ്. ഇത് അറിയാൻ പാടില്ലാത്ത ജനത ലോകത്ത് എങ്ങുമുണ്ടാകില്ല. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ന്യൂസ് എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ആയിട്ട് തന്നെ ഈ വിഷയങ്ങളാണ്. അപ്പോൾ ഞാനിത് പറയുന്നതിന്റെ കാര്യകാരണങ്ങൾ എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. ഞാൻ പറഞ്ഞു വരുന്നത് മലയാള മനോരമയ്ക്കും മാതൃഭൂമിക്കും ഇതൊരു വലിയ വാർത്തയോ സംഭവമോ ഒന്നുമല്ല. ഈ കഴിഞ്ഞ ദിവസം ഇറാന്റെ നൂറുകണക്കിന് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചിരുന്നു. ഇത് ഏതാനും മാസങ്ങൾക്ക് മുൻപേ ഇറാൻ പറയുന്നതാണ്, ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന്. എന്നിട്ടും ഇസ്രയേൽ ഫലസ്തീനെ അറ്റാക്ക് ചെയ്യുന്നതിൽ, ലെബനോണിനെ ആക്രമിക്കുന്നതിൽ, മറ്റ് ഹിസ്ബുള്ള, ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്നീ സേനാ വിഭാഗങ്ങളെ ആക്രമിക്കുന്നതിൽ യാതൊരു കുറവും വരുത്തിയില്ല. പലവട്ടം ഇറാൻ സൂചന കൊടുത്തു. അവസാനം ഇറാൻ പറഞ്ഞു ഇറാൻ നേരിട്ട് ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന്. അപ്പോൾ ചിലരെല്ലാം കരുതി, ഇസ്രയേലി ആരാധകർ കരുതി അതിനുള്ള ധൈര്യം ഇറാൻ ഇല്ല എന്ന്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഇറാൻ അത് തെളിയിച്ചു. നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ഇസ്രയേലിന്റെ തലസ്ഥാനമായ തെൽ അവീവിനെ പപ്പടം പൊടിക്കുന്നത് പോലെ തരിപ്പണമാക്കി. ഇത് ആഗോള മാധ്യമങ്ങളിലൂടെ ലോകമെമ്പാടുമുള്ള മനുഷ്യനായി പിറന്ന ഏവരും കണ്ട കാഴ്ചയാണ്. ലോകത്തെമ്പാടുമുള്ള ദി ഗാർഡിയൻ പോലെ, ന്യൂയോർക്ക് ടൈംസ് പോലെ, ടൈംസ് ഓഫ് ഇന്ത്യ പോലെ, അൽ ജസീറ പോലെ ഉള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അതിനെ അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്തപ്പോൾ മലയാള മനോരമയ്ക്കും മാതൃഭൂമിക്കും ഇതൊരു വലിയ വാർത്തയെ അല്ല. ഈ വാർത്തയെ തരം താഴ്ത്തി കാണിക്കുകയാണ് മലയാള മനോരമയും മാതൃഭൂമിയും ചെയ്തത്. അവർ മറ്റൊരു വാർത്ത പ്രാധാന്യത്തോടുകൂടി കൊടുക്കുകയും ഈ വാർത്തയെ ആഗോള മാധ്യമങ്ങൾ ഒന്നാം സ്ഥാനത്ത് കണ്ട വാർത്തയെ തരം താഴ്ത്തി കാണിക്കുകയും ഒക്കെയാണ് ചെയ്തത്. അപ്പോൾ ഈ വിഷയം സാധാരണക്കാരായി ജനങ്ങൾ ശ്രദ്ധിക്കുന്ന വിഷയമേ അല്ല. അതുകൊണ്ട് തന്നെ അവർ ഇങ്ങനെ ചെയ്തത് അവരുടെ ഇസ്ലാമിക വിരുദ്ധ മനോഭാവമാണ് വ്യക്തമാക്കുന്നത്. അപ്പോൾ മാതൃഭൂമി പത്രം ഒന്നാം സ്ഥാനമായി മാതൃഭൂമി പത്രം എഴുതിയത് PR ചതിച്ചു, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു കോലാഹല വാർത്തയാണ്. PR ചതിച്ചു എന്നാണ്. അത് വലിയ അക്ഷരത്തിൽ, പ്രാധാന്യമർഹിക്കുന്ന അക്ഷരത്തിൽ പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കുകയും, എന്നാൽ ആ വാർത്ത അല്പം താഴെയായി കൊടുക്കുകയും മുകളിലായി പശ്ചിമേഷ്യ യുദ്ധഭീതിയിൽ എന്ന് ചെറിയ അക്ഷരങ്ങൾ നിരത്തിക്കൊണ്ട് വാർത്ത പ്രസിദ്ധീകരിക്കുകയാണ് മാതൃഭൂമി പത്രം ചെയ്തത്. ആഗോളതലത്തിലെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇറാന്റെ ഇസ്രയേൽ ആക്രമണം വൻ വാർത്തയായപ്പോൾ മാതൃഭൂമിക്ക് അത് പ്രസിദ്ധീകരിക്കാതിരുന്നാൽ കൊള്ളാം എന്ന് തന്നെ ഉണ്ടായി. പക്ഷേ ഇത് പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ ജനം ചോദിക്കില്ലേ? അതിന്റെ പേരിൽ പ്രാധാന്യം ചുരുക്കിക്കൊണ്ട് എന്നാൽ പത്രത്തിന്റെ മുകൾ തട്ടിൽ കൊടുക്കുകയും ചെയ്തു. താഴെയായിട്ട് പിണറായി വിജയന്റെ അഴിമതിയും ഒക്കെ ആയി ബന്ധപ്പെട്ട് ഇന്ന് നടക്കുന്ന കോലാഹലങ്ങൾ, അതുമായി ബന്ധപ്പെട്ട PR വർക്ക്, ആ PRന്റെ വലിയ പ്രാധാന്യമുള്ള വാർത്തയാണല്ലോ PR ചതിച്ചു എന്നാണ് വെണ്ടയ്ക്ക നിരത്തിയത്. അപ്പോൾ ഇതാണ് മാധ്യമങ്ങളുടെ ഇസ്ലാം മുസ്ലിം വിരുദ്ധത. എന്നാൽ ഇസ്രയേൽ എന്തെങ്കിലും ഒരു ആക്രമണം നടത്തിയാൽ, അറ്റാക്ക് നടത്തിയാൽ
അതിനെ പർവ്വതീകരിച്ച് കാണിക്കുന്ന ഒരു സ്വഭാവം ഈ പറഞ്ഞ മാതൃഭൂമിക്കും മനോരമ പത്രത്തിനുമൊക്കെയുണ്ട്. മറ്റു ചില പത്രങ്ങളുമുണ്ട് അത്തരം ലിസ്റ്റിൽ. ഇനി മനോരമ ചെയ്തത് എന്താണെന്ന് പരിശോധിക്കാം. ഒന്നാം സ്ഥാനത്ത് മനോരമ കൊടുത്തത് അഭിമുഖം നഷ്ടം എന്ന വാർത്തയായി. രണ്ടാം സ്ഥാനത്താണ് ഇസ്രയേലിനെ ഇറാൻ ആക്രമിച്ചു എന്ന് പറഞ്ഞു കൊടുത്തത്. എന്നാൽ അഭിമുഖം നഷ്ടം എന്ന വാർത്തയ്ക്കാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഇതും മനോരമ ആരുടെ പത്രമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. യഹൂദി വൻ നസാറ പത്രമാണ്. ആ നസാറാക്കളുടെ പത്രമാണ് മനോരമ. അവർ അങ്ങനെ കൊടുത്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. പക്ഷെ മാതൃഭൂമി അങ്ങനെയല്ലല്ലോ. മാതൃഭൂമി എന്തുകൊണ്ടാണ് ഈ യഹൂദ ക്രൈസ്തവ വർഗീയതയുടെ പിന്നിൽ കുടപിടിച്ച് നിൽക്കുന്നത് എന്നാണ് മനസ്സിലാകാത്തത്. മാതൃഭൂമിയെ ഞാൻ ഇതുവരെ മനസ്സിലാക്കി വെച്ചത് ഒരു മതനിരപേക്ഷ പത്രം എന്ന നിലയ്ക്കാണ്. എന്നാൽ മാതൃഭൂമിയും മനോരമയുടെ പിന്നാലെ പോവുകയാണ്. ഇസ്ലാം വിരുദ്ധതയിലേക്ക് നീങ്ങും. എന്നാൽ ഇസ്രയേൽ ഹിസ്ബുള്ളക്കെതിരെയോ ഹൂത്തികൾക്കെതിരെയോ ഹമാസിനെതിരെയോ ഒരു ഓലപ്പടക്കം പൊട്ടിച്ചാൽ അതിനെ വമ്പൻ മിസൈൽ ആക്രമണമെന്നും വമ്പൻ മിസൈൽ അറ്റാക്കെന്നും നൂറുകണക്കിന് മൃതശരീരങ്ങൾ ചിതറിക്കിടക്കുന്നു ഹമാസുകാരുടെയും ഹൂത്തികളുടെയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്ത എഴുതാറുണ്ട്. ഇത്തരം വാർത്തകളിലെ പർവ്വതീകരണം നമുക്ക് പ്രകടമായിരിക്കും. ഇതിനെ അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്നാണ്. അവർ ആഗ്രഹിക്കുന്നത് ഇസ്ലാമിന്റെ നാശം, മുസ്ലിങ്ങളുടെ നാശം. അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവർ ചിന്തിക്കുന്നത് അതാണ്. അത് മനോരമക്കാർ ചിന്തിക്കട്ടെ. മാതൃഭൂമിക്കാരെന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്? അവർ അത്തരക്കാരല്ലല്ലോ. പിന്നെ എന്താണ് ഈ മനം മാറ്റം? മനോരമക്കാർക്ക് ചോറിവിടെയും കൂറവിടെയും എന്നുള്ള നയമാണ്. അത് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്. ഒരൊറ്റ ക്രൈസ്തവൻ പോലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ക്രൈസ്തവനുണ്ടോ? ഇല്ല എന്ന് വേണം പറയാൻ. എങ്കിലും ഏതോ ഒരു മാമനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ക്രൈസ്തവനായ ഒരു മാമൻ. രണ്ടാമതൊരു മാമനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. ക്രൈസ്തവൻ ബ്ലോക്കായിട്ട് ബ്രിട്ടീഷുകാർക്കൊപ്പമായിരുന്നു. ഇവിടത്തെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്ന പോരാളികളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ജോലിയാണ് അവർ ചെയ്തത്. ബ്രിട്ടീഷുകാർ ക്രിസ്ത്യാനികളായതുകൊണ്ടും യഹൂദന്മാരായതുകൊണ്ടും അവരുടെ നെഞ്ചിലേക്ക് വെടിയുതിർക്കാൻ, കമ്പിപ്പാര കുത്തിയിറക്കാൻ ഒന്നും ക്രിസ്ത്യാനികൾക്ക് സാധിക്കില്ല. പക്ഷേ മുസ്ലിങ്ങളാണെങ്കിൽ അത് ചെയ്യും. ബ്രിട്ടീഷുകാരുടെ സ്ഥാനത്ത് ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ് ആക്രമിക്കുന്നതെങ്കിൽ തീർച്ചയായും മുസ്ലിങ്ങൾ അവർക്കെതിരെ പോരാടും. ഈ രണ്ട് ചോര തമ്മിൽ വ്യത്യാസമുണ്ട്. അവസാനം ബ്രിട്ടീഷുകാർ ഈ രാജ്യത്ത് നിന്ന് ഓടേണ്ടി വന്നപ്പോൾ ഈ രാജ്യത്തിന്റെ ഭൂമി ബഹുഭൂരിപക്ഷവും ഇവിടുത്തെ ക്രൈസ്തവർക്ക് ദാനം ചെയ്തുകൊണ്ടാണ് പോയത്. പിന്നീട് നെഹ്റു ആരുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അവരുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, അത് തിരിച്ചു വാങ്ങുന്ന നയം ഇല്ല, പിടിച്ചു വാങ്ങുന്ന നയം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് നീക്കുപോക്ക് ഉണ്ടാക്കിയതിന്റെ പേരിൽ ഇന്ന് അവരുടെ കയ്യിൽ ഹെക്ടർ കണക്കിന് ഭൂമിയുണ്ട്. ബ്രിട്ടീഷുകാർക്ക് അവർക്ക് വേണ്ടി രഹസ്യ ചാരപ്പണി ചെയ്യുന്ന, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്ന പോരാളികളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന പണിയാണ് അക്കാലത്ത് ഈ ക്രൈസ്തവ സഹോദരങ്ങൾ ചെയ്തത്. ആ ചെയ്തികൾ ഇന്ന് മനസ്സുകൊണ്ട് അവർ പത്രമാധ്യമങ്ങളിലൂടെ ചെയ്യുന്നു. പക്ഷേ മാതൃഭൂമി ഇങ്ങനെ ചെയ്യുന്നതിൽ എനിക്ക് അത്ഭുതമുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും എൻ്റെ വലിയൊരു സലാം.